ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങളെ, സുഖമാണോ? കുഞ്ഞുങ്ങളെ, ആർ യു ഹാപ്പി? ഇന്ന് ഈ യാത്രകൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ AFCM മിഷണറിമാരെ ഓരോരുത്തരെ തെരഞ്ഞു പിടിച്ച് വേഗം ട്രെയിനിങ് കൊടുത്ത് വീഡിയോ എടുപ്പിക്കുകയാണ് കേട്ടോ. എന്തായാലും ഇന്നും എനിക്ക് വലിയ സന്തോഷമുള്ള ദിവസമാണ്. ഇന്ന് കേരളത്തിലുള്ളവർക്ക് ചിലപ്പോൾ കുറച്ച് ദിവസം മാറിയിട്ടുണ്ടാവും. ഇന്ന് വിശുദ്ധ ഫൗസ്തീനായുടെ തിരുനാൾ ദിവസമാണ്. നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. ഈ ടോക്ക് തുടങ്ങാനൊരു ഹിസ്റ്ററി ഉണ്ട്. ഞാൻ ചിലപ്പോൾ കഴിഞ്ഞ ഫൗസ്തീന തിരുനാൾ പറഞ്ഞോന്ന് ഞാൻ ഓർക്കുന്നില്ല. അതായത് ഞാൻ ഒരുപാട് വർഷമായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ, ഒരു ടോക്ക് എടുക്കാൻ, ഇങ്ങനെ എന്തെങ്കിലും ഒരു മീഡിയയിൽ ഒരു ശുശ്രൂഷ തുടങ്ങണം. ഒരു 2 വർഷത്തോളമൊക്കെ എൻ്റെ പ്രാർത്ഥനയിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എവിടെ ഒരു സ്ഥലത്ത് ധ്യാനിപ്പിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഈ ഫൗസ്തീനയുടെ കബറിടമുള്ള ആ സ്ഥലത്ത് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് വേണം, സ്ലോവാക്യ, അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് എന്തോ അങ്ങനെ ഒരു കോണ്ടക്സ്റ്റാണ്. അപ്പോൾ ആ കബറിടത്തേക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് കർത്താവിൻ്റെ ആത്മാവ് പറയുകയാണ് ഒരു ടോക്ക് എടുത്തിടാൻ. ഫൗസ്തീനയുടെ പിന്നെ കബറിടത്തേക്ക് പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അന്ന് തുടങ്ങിയ ടോക്കാണ് സഹോദരങ്ങളെ. ഫൗസ്തീന നമ്മുടെ പ്രത്യേക ഒരു മധ്യസ്ഥമുണ്ട് കേട്ടോ. ഞാൻ പലപ്പോഴും ഫൗസ്തീന ഡയറി കോട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഫൗസ്തീനാമ്മ വഴി ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. വിശുദ്ധ ഫൗസ്തീന വഴി ഒരുപാട് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ കേട്ടോ. കുട്ടികൾക്കൊക്കെ പേരിട്ടോ, ഫൗസ്തീന എന്നൊക്കെ പേരിട്ടോ, നല്ലതാണ് കേട്ടോ, സൂപ്പറാണ്. ഓക്കെ, അങ്ങനെ സംഭവിക്കും. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പിന്നെ പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങൾ, ഇന്ന് പ്രത്യേകിച്ചിട്ട് ഇന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ പോകുന്നത് PDMന്റെയും ASCMന്റെയും എല്ലാ ഉപകാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം. നമുക്കറിയാം, മാസത്തിൽ ഒരു പ്രാർത്ഥന നമുക്കറിയാം. ഈ PDM പ്രീച്ചേഴ്സ് ഓഫ് ഡെവലപ്മെന്റ് വൈദ്യര സമയം, അതേപോലെ ASCM അഭിഷേക സിസ്റ്റേഴ്സ് ഓഫ് ജീസസ് ആൻഡ് മേരി, പിന്നെ AFCM അനോയിന്റിംഗ് ഫയർ കാത്തലിക് മിനിസ്ട്രീസ് അൽമാരുടെ സമൂഹം. അതിനകത്ത് ഈ PDM ASCMന്റെ എല്ലാ കാര്യങ്ങളും, അതിന്റെ കുട്ടികളുടെ ഫോർമേഷൻ, അതിന്റെ ചെലവുകളുടെ കാര്യങ്ങളെല്ലാം ഒരുപാട് ഉപകാരികൾ വഴിയാണ്. നിങ്ങൾ പലരും അതിന്റെ ഉപകാരികളാണെന്നറിയാം. അവർക്ക് വേണ്ടി മാസ്റ്റർ ഒരു പ്രാർത്ഥനയുണ്ട്. അതേപോലെ തന്നെ പിന്നെ സാമ്പത്തികം മാത്രമല്ല, മധ്യസ്ഥ പ്രാർത്ഥന വഴി സഹായിക്കുന്നവര്, സെന്ററിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുക, ശുശ്രൂഷ ചെയ്യുന്നവര്, ഇവർക്കെല്ലാം വേണ്ടി ഒരു നന്മറും ചൊല്ലി പ്രത്യേകമായിട്ട് കാഴ്ചവെച്ച് നമുക്ക് പ്രാർത്ഥികർക്ക് ബ്ലസ് ചെയ്യുകയും ചെയ്യാം. നന്മ നിറഞ്ഞ മറിയാമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദിവസങ്ങൾ കുറച്ച് മാറി പോകുന്നതുകൊണ്ടാണ് ഞാൻ അഭിഷേകത്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ഹോളി സ്പിരിറ്റ് ഈവനിങ്ങിന് വേണ്ടിയുള്ള പ്രാർത്ഥന, അതെല്ലാം നിങ്ങൾ നടത്തിക്കണം കേട്ടോ. അതെല്ലാം എക്സ്ട്രാ ചെല്ലിക്കണം. ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ഇങ്ങനെ പറയാൻ നമുക്ക് സാധിക്കുമോ എന്നതിനെ കുറിച്ചാണ്. ജോബിന്റെ പുസ്തകത്തിലെ 19-ാമത്തെ അധ്യായത്തിന്റെ 26-ാം തിരുവചനം, ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 19:20. ഇത് ഞാൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചൊരു വചനം എന്നറിയാം. ഈവൻ സെമിനാരി ചേരുന്നതിന് മുമ്പാണെന്ന് പോലും സംശയമുണ്ട്. വചനം ഇതാണ്. ജോബ് പറയാണ്, എന്റെ ചർമ്മം അഴുകി ഇല്ലാതായാലും എന്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും. സൂപ്പർ വചനമാണ്. ജോബ് പറയാണ്, എന്റെ ചർമ്മം, ഈ തൊലി ഇങ്ങനെ അഴുകി 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 ഇല്ലാതായാലും ഈ അവശേഷിക്കുന്ന മാംസം ഉണ്ടല്ലോ, പുഴുത്തിരിക്കുന്ന മാംസം, ഇതിനകത്ത് ഞാൻ ദൈവത്തെ കാണും. എന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതാണ് നമുക്ക് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വളരെ ആവശ്യമുള്ള ഒരു വചനമാണ്. ഇന്ന് മനുഷ്യര്, പ്രത്യേകിച്ച് ഞാൻ ചെറുപ്പക്കാരെന്നല്ല പലരും, പ്രാർത്ഥിക്കുന്ന കാര്യം, ഞാൻ പ്രാർത്ഥിച്ച ഒന്നും നടന്നില്ല, ഞാൻ പ്രാർത്ഥിച്ച സഹനം മാത്രം, വിഷമം മാത്രമേ, എന്റെ കാര്യം നടക്കുന്നില്ല, അതാണ് ഇതാണെന്ന് പറഞ്ഞ് ഈ ബഹളം വെക്കുന്ന ആൾക്കാരുണ്ട്. അവിടെയാണ് ജോബ് നമുക്ക് മുമ്പ് നിൽക്കുന്ന എന്റെ സഹോദരൻ. ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചോ, അതിനെന്നറിയാമോ? സഹനത്തിന്റെ നടുവിലല്ലാതെ ഒരാൾക്കും ദൈവത്തെ ദർശിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കേണ്ട. ആത്മീയ അനുഭവങ്ങളൊക്കെ തീർച്ചയായിട്ടും വരും, പക്ഷെ ദൈവ ദർശനം സാധ്യമാകുന്ന സഹനത്തിന്റെ നടുവിലാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അതായത് നമ്മുടെ വിശുദ്ധ എസ്തപ്പാനോസ്, വിശുദ്ധ സ്റ്റീഫൻ അല്ലെ, സെന്റ് സ്റ്റീഫൻ, ആ സഹനത്തിന്റെ നടുവിൽ കരിങ്കൽ കല്ലുകൾ വന്ന് ശരീരത്തിൽ വന്ന് പതിക്കുമ്പോഴല്ലേ സ്വർഗം തുറക്കപ്പെടുന്ന സ്വർഗത്തിന്റെ ദർശനം കണ്ട്. ചിന്തിച്ചു നോക്ക് അല്ലേ. സഹനത്തിന്റെ നടുവിലാണ്. അതാണ് നീ കഷ്ടതയുടെ അപ്പം, ക്ലേശത്തിന്റെ ജലം, അതിന്റെ നടുക്ക് നീ നിൽക്കുമ്പോൾ നീ ദൈവത്തിന്റെ സ്വരം കേൾക്കും അല്ലേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഫൗസ്തീന അല്ലെങ്കിൽ വിശുദ്ധ അൽഫോൺസാമ്മ, വിശുദ്ധ കൊസ്യേസ്യ, സഹനത്തിന്റെ നടുവിലല്ലേ സ്വർഗത്തിന്റെ ദർശനം കണ്ടത് ആണോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടിരിക്കുന്നത്, ലോകത്തിൽ ആരും, എന്റെ പ്രിയപ്പെട്ട സഹോദരി, എന്തൊക്കെ സംഭവിച്ച സമയം ഒരു വിശുദ്ധീകരണത്തിന്റെ നടുവില്, ഒരു സഹനത്തിന്റെ നടുവിലാണ് ദൈവത. അത് നിങ്ങൾ ഏത് സൈന്റിന്റെ വിശുദ്ധന്റെ ജീവനത്തിനടുത്ത് പഠിച്ചോ. അപ്പൊ അതുകൊണ്ട് ഇതൊരു യാഥാർത്ഥ്യം. അതാ ജോബ് പറയാ, എന്റെ ചർമ്മം അഴുകി ഇല്ലാതായാൽ അവശേഷിക്കുന്ന മാംസത്തിൽ നിന്ന് ഞാൻ എന്റെ ദൈവത്തെ കാണും. അവിടെ ദൈവത്തെ കാണാൻ പറ്റും. അങ്ങനെ കാരണം പറഞ്ഞു പോയ നിർത്തുകയല്ല, അതുവരെ ഞാൻ സഡൻ ബ്രേക്ക് ചെയ്ത് നിർത്താം. ബാക്കി നിങ്ങളെ ചിന്തിച്ച് ധ്യാനിച്ചെടുത്താം കേട്ടോ. കുഞ്ഞുങ്ങളെ ഹായ്, സ്തുതിക്കാം.
കർത്താവ് ഞങ്ങളങ്ങ് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവെ, അത്ഭുതകരമായ ദൈവശക്തി കൊണ്ട്, അത്ഭുതകരമായ കൃപ കൊണ്ട് ഇവർ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം അനേകർക്ക് ബലമായി മാറട്ടെ കർത്താവെ. ഇതൊരു സത്യമാണല്ലോ കർത്താവെ. സത്യം ഇവരുടെ ഹൃദയത്തിൽ എഴുതപ്പെടട്ടെ. നിങ്ങളെ ശല്യപ്പെടുന്ന ദുഷ്ടാരയോട് യേശുനാമത്തിൽ ബന്ധിക്കുന്നു. വിശുദ്ധ ബൗസ്തീനാമയുടെ പ്രത്യേക മാധ്യസ്ഥ സഹായം യേശുനാമത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. ഇന്നലെ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ, അതിന് നന്മകൾ ഉണ്ടാകട്ടെ കർത്താവ്. ഓ ദൈവമേ, പ്രത്യേകിച്ച് PDMന്റെയും ASTMന്റെയും എല്ലാ ഉപകാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവ്. ദൈവവിളിക്ക് വേണ്ടി പ്രദേശ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ആകുമ്പോഴേക്കും പറഞ്ഞു വിടുന്നവര്, മധ്യസ്ഥം വഹിക്കുന്നവര്, സാമ്പത്തികമായി സഹായിക്കുന്നവര്, സ്ഥലം ദാനം നൽകിയവര്, കർത്താവെ വാടകയ്ക്ക് വീട് നൽകി, അങ്ങനെ ഒരുപാട് മേഖലകളിൽ ഞങ്ങളെ സഹായിച്ചുകൊണ്ട് എല്ലാവരെയും മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കുന്നു. വൈദ്യുതിയാർത്ഥികൾ സിസ്റ്റേഴ്സിനെ പഠിപ്പിക്കാൻ വേണ്ടി ദശാംശം തരുന്ന എല്ലാവരും ഓർക്കുന്ന കർത്താവ്. അവരെല്ലാം ഇരട്ടി അനുഗ്രഹിക്കുന്ന കർത്താവ്. എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.